കാണിപ്പയ്യൂരിൽ ആംബുലൻസും കാറും കൂട്ടിയിടിച്ച് 2 മരണം. രോഗിയടക്കമുള്ളവരാണ് മരിച്ചത്. 5 പേർക്ക് പരിക്കേറ്റു. കുന്നംകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന ആംബുലൻസും കോനമുച്ചി സ്വദേശികൾ സഞ്ചരിച്ച കാറുമാണ് കൂട്ടിയിടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ ആംബുലൻസ് മറിഞ്ഞു. പരിക്കേറ്റവരെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുന്നംകുളം കാണിപ്പയ്യൂരിലാണ് ആംബുലൻസും കാറും കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചിരിക്കുന്നത്. രോഗി അടക്കമുള്ളവരാണ് മരിച്ചത്. 5 പേർക്കാണ് അപകടത്തിൽ പരിക്കേറ്റത്. കുന്നംകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന ആംബുലൻസും കോനമുച്ചി സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാറും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. ഇടിയുടെ ആഘാതത്തിൽ ആംബുലൻസ് മറിഞ്ഞാണ് രോഗി ഉൾപ്പെടെ 2 പേർ മരിച്ചത്. പരിക്കേറ്റവരെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ആംബുലൻസും കാറും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. രോഗി അടക്കമുള്ളവരാണ് മരിച്ചതെന്ന വാർത്തയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നിലവിൽ 5 പേർക്കാണ് അപകടത്തിൽ പരിക്കേറ്റിട്ടുള്ളത്. കുന്നംകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന ആംബുലൻസും കാറും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. പരിക്കേറ്റവരെ നിലവിൽ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇവരുടെ പരിക്ക് ഗുരുതരമാണോ അല്ലയോ എന്നുള്ള കാര്യത്തിലൊക്കെ വ്യക്തത വരേണ്ടതുണ്ട്. നിലവിൽ 5 പേർക്ക് പരിക്കേറ്റിരിക്കുകയാണ്. ഈ 5 പേരെയാണ് കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. 2 മരണവും ഉണ്ടായിരിക്കുകയാണ്. ആംബുലൻസിൽ ഉണ്ടായിരുന്ന രോഗി ഉൾപ്പെടെയുള്ള 2 പേരാണ് മരിച്ചത്. ഈ മരിച്ചവരെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. വരും മണിക്കൂറിൽ അതൊക്കെ വരേണ്ടതുണ്ട്. കുന്നംകുളം കാണിപ്പയ്യൂരിലാണ് ആംബുലൻസും കാറും കൂട്ടിയിടിച്ച് അപകടമുണ്ടായത്. രോഗിയടക്കം 2 പേർക്കാണ് മരണം സംഭവിച്ചിരിക്കുന്നത്. 5 പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. കുന്നംകുളം കാണിപ്പയ്യൂരിലാണ് ആംബുലൻസും കാറും കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചിരിക്കുന്നത്. രോഗി അടക്കമുള്ളവരാണ് മരിച്ചത്. വാർത്തകളുടെ കൂടുതൽ വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നുണ്ട്. അനീഷ്, എപ്പോഴാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായിരിക്കുന്നത്? രോഗി അടക്കമുള്ള 2 പേരാണ് മരിച്ചിരിക്കുന്നത്. ബാക്കിയുള്ളവരുടെ ആരോഗ്യനില എങ്ങനെയാണ്? വിവരങ്ങൾ. കറുത്ത ഉച്ചയോടെ കാണിപ്പയ്യൂർ കുരിശുപള്ളിക്ക് സമീപമായിരുന്നു ഈ വലിയൊരു അപകടം ഉണ്ടായത്. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നു. ദിശ തെറ്റി കയറി വന്ന കാറ് സ്വന്തം ട്രാക്കിലേക്ക് വെട്ടിച്ചു മാറ്റുന്നതിനിടെ ആയിരുന്നു ഈ ആംബുലൻസുമായി കൂട്ടിയിടിച്ചെന്നാണ് ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാക്കുന്നത്. ഇടിയുടെ ആഘാതത്തിൽ ആംബുലൻസിലുണ്ടായിരുന്ന രോഗി 89 വയസ്സുള്ള കുഞ്ഞിരാമൻ എന്ന് പറയുന്ന ഒരു വയോധികൻ മരണപ്പെട്ടു. മാത്രമല്ല കാറിൽ ഉണ്ടായിരുന്ന യാത്രക്കാരിയായിരുന്ന കോനമുച്ചി സ്വദേശി പുഷ്പ കൂടി മരിച്ചു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. 2 പേർ മരിച്ചു എന്നാണ് ഇപ്പോൾ ഒടുവിൽ ലഭിക്കുന്ന വിവരം. മൊത്തം 7 പേരായിരുന്നു ഈ ഇരു വാഹനങ്ങളിലുമായി ഉണ്ടായിരുന്നത്. ആംബുലൻസിലും കാറിലുമായി 2 പേർ മരണപ്പെട്ടു. ബാക്കി 5 പേരെ കുന്നംകുളത്തും തൃശ്ശൂരിലുമുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. എന്തായാലും വലിയ ഒരു അപകടം തന്നെ. ഇടിയുടെ ആഘാതത്തിൽ ആംബുലൻസ് റോഡിൽ തന്നെ മറിഞ്ഞ് തെന്നി നിരങ്ങി പോകുന്നതൊക്കെ ആ ദൃശ്യങ്ങളിൽ കാണാം. ഈ ഗുരുതരമായി പരിക്കേറ്റവരാണ് ഇപ്പോൾ മരണത്തിന് കീഴടങ്ങിക്കുന്നതെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ശരി, കുന്നംകുളം കാണിപ്പയ്യൂരിലാണ് ആംബുലൻസും കാറും കൂട്ടിയിടിച്ച് 2 മരണമുണ്ടായിരിക്കുന്നത്. ആംബുലൻസിലുണ്ടായിരുന്ന രോഗിയും കാറിലുണ്ടായിരുന്ന ഒരാളുമാണ് മരണപ്പെട്ടതെന്നാണ് പുറത്തു വരുന്ന വിവരം.
5 പേർക്കാണ് നിലവിൽ പരിക്കേറ്റിട്ടുള്ളത്. ഇവരെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അനീഷ് ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.